ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പറത്തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു, ഈ വർഷം നിങ്ങൾക്ക് പോകാം. വദഫഅ ഇലൈഹി സബഹതൻ കാനത് ബിയദിൽ ഗൗസിൽ മുനീഫ്. മമ്പറം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തസ്ബീഹ് മാല അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇദാ വസൽത ഇലൽ ഹറം വഅതൈതൽ മഖാം തജിദ്നി ഹുനാക്. ഈ തസ്ബീഹ് മാല പിടിച്ചോളൂ, ഞാൻ ഇബ്രാഹിം മഖാമിന്റെ സമീപത്തുണ്ടാകും, അപ്പോൾ എന്നെ കാണുമ്പോൾ ഈ മാല ഇങ്ങോട്ട് തന്നെ തന്നാൽ മതി. മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വലിയ സംഭവമല്ലേ പ്രിയപ്പെട്ട കുട്ടികളെ? മക്കയിൽ പോയി വളരെ വൃത്തിയായി ഹജ്ജ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇരിക്കെ ഇബ്രാഹിം മഖാമിന്റെ സമീപത്തെത്തിയപ്പോ തങ്ങളുപ്പാപ്പയെ കാണുകയാണ്, മമ്പുറം തങ്ങളുപ്പാപ്പയെ കാണുകയാണ്. കണ്ടു എന്നല്ലാതെ അവർക്ക് എത്താൻ കഴിഞ്ഞില്ല, അത്രയും തിരക്കുണ്ട്. അങ്ങനെ രാത്രി വന്നു നോക്കുമ്പോ ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവരാ മാല ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാട്ടിൽ വന്നു, ഹജ്ജ് കഴിഞ്ഞ് വന്നു, ആളുകളോട് ചോദിച്ചു, ഇസ്തഖ്ബറാനിൽ ഗൗസ്. അല്ല, മമ്പുറം തങ്ങളുപ്പാപ്പ ഞങ്ങളൊപ്പം ഹജ്ജിനുണ്ടായിരുന്നു, മൂപ്പര് ഹജ്ജിന് പോന്നില്ലേ? ആളുകൾ പറഞ്ഞു, ഹുവ ഫീ മമ്പുറം വലം യർതഹിൽ അൻഹാ. ഈ വർഷം ഹജ്ജിന് പോന്നിട്ടില്ല, അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. അറബിൽ തന്നെ പറഞ്ഞു അല്ലേ? ഔലിയാക്കന്മാരെ കറാമത്താണ്. ഇതാ കറാമത്ത്. അങ്ങനെയെങ്കിൽ നൗഷാദ് ഹസനെ നിങ്ങൾ പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഔലിയാക്കൾക്കും മുകളിലുള്ള ആള്. മാനവരിൽ മഹോന്നതനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലിയാക്കളുടെ ഒക്കെ നേതാവാ, അമ്പിയാക്കളുടെ ഒക്കെ നേതാവാ. ലോകത്തുള്ള ഏതൊരു മനുഷ്യനേക്കാൾ ഉത്തമനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെങ്കിലും ഇങ്ങനെ രണ്ടിടത്ത് പോയിട്ട് രണ്ട് കാര്യം ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇദ്ദേഹം പറയുന്നത് അത് നോണയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇബ്രാഹിം മഖാമിന്റെ അവിടെ ഇങ്ങനെ നിൽക്കണ് കണ്ടു, അവിടേക്ക് എത്താൻ പറ്റിയില്ല എന്നാ പറഞ്ഞത്. കാണുക എന്ന് പറയാ എത്തേണ്ട ദൂരാവും. ഇപ്പൊ എത്ര വലിയ തിരക്കാണല്ലോ, ആ കാലത്തല്ലേ, ആ കാലത്ത് എന്തായാലും ഇത്രത്തോളം തിരക്കൊന്നും ഉണ്ടാവൂല. എന്തോ ആട്ടെ, അപ്പൊ പറഞ്ഞപ്പോ പേച്ചതായിരിക്കാം. ഞാൻ നമ്മൾ കൂടുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബോ ഏതെങ്കിലും മനുഷ്യൻ ഡബിളായിട്ടും ട്രിപ്പിളായിട്ടും നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നടക്കണമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ നടക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയാത്ത് നടത്തുമ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ താൻ കിടന്ന കിടക്കയിൽ അല്ലെങ്കിൽ ആ വിരിപ്പിൽ കിടത്തിക്കൊണ്ട് യാത്ര ചെയ്ത എന്തിനാണ്? റസൂലുള്ളാക്ക് അങ്ങോട്ട് പോയാൽ പോരെ? റസൂലുള്ളാന്റെ മുമ്പിലേക്ക് ശത്രുക്കൾ വരികയാണെന്നുണ്ടെങ്കിൽ റസൂലുള്ളാക്ക് പല തടികളും ഉണ്ടല്ലോ. ഈ ശത്രുക്കളെ മുമ്പില് വേറൊരു തടി കാണിച്ചു കൊടുത്തിട്ട് ഈ തടി കൊണ്ട് രക്ഷപ്പെട്ടു വിടാറുന്നില്ലേ അല്ലേ? അത് പോട്ടെ, മമ്പുറം തങ്ങൾ രണ്ടോടത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മക്കത്തുണ്ടായിരുന്ന മമ്പുറം തങ്ങളാണോ ഭക്ഷണം കഴിച്ചത്, അതോ ഇവിടെ മമ്പുറത്തുണ്ടായിരുന്ന മമ്പുറം തങ്ങളാണോ ഭക്ഷണം കഴിച്ചത്? അത് മമ്പുറത്തുള്ള മമ്പുറം തങ്ങളായിരിക്കും അല്ലേ? അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ, ദിനചര്യകളൊക്കെ അതൊക്കെ ചെയ്തത് അത് മമ്പുറത്തുള്ളത്. മക്കത്തുള്ള ആൾക്ക് ഇവരെ കാണിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. അതോടൊപ്പം അവിടെ നിന്ന ഈ ഒരു മനുഷ്യൻ മാത്രമാണോ മമ്പുറം തങ്ങളെ കണ്ടത്? മലയാളികൾ വേറെ ഉണ്ടാവുമല്ലോ. മമ്പുറം തങ്ങളെ കണ്ട എന്തായാലും ഒന്ന് പോയിട്ട് കൈ പിടിക്കുമല്ലോ അല്ലേ, ഒന്ന് മുഷാഫാത്ത് ചെയ്യുമല്ലോ. അങ്ങനെ ആരും ചെയ്തതായിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരാള് പറഞ്ഞെന്നോണ ഈ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പറയണം എന്നുള്ള വല്ല നീർച്ചക്കടം ഉണ്ടോ? അശ്വനി നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ ചില സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ നിങ്ങൾ നല്ലതൊക്കെ പറയലുണ്ട്. പക്ഷെ എങ്ങനെ നല്ലത് പറഞ്ഞാലും നിങ്ങൾ ഖുറാഫാത്തോട്ടേ നടക്കുള്ളൂ, ഖുറാഫാത്തെ വിശ്വസിക്കുള്ളൂ എന്നുള്ള ആ ഒരു കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളെ കള്ളക്കറാമത്ത് മാല കിതാബുകളിൽ ഇനി വേറൊരു കള്ളക്കറാമത്ത് കേൾക്കാം നമുക്ക്. കൊടുവള്ളി അബൂബക്കർ ഹാജിയുടെ മകൾക്ക് ഇനി പനി മാണ്ടെങ്കിൽ മാണ്ട കേട്ടോക്ക. കൊടുവള്ളി അബൂബക്കർ ഹാജി എന്ന് പറയുന്നത് അധികാരി അബൂബക്കർ ഹാജി എന്ന് പറയുന്നത് മൂപ്പരുടെ മകൾക്ക് പനിയാണെന്ന് പറഞ്ഞു. അബൂബക്കർ ഹാജി പറഞ്ഞു മോൾക്ക് പനിയാണ്, ഇനി ആ പനി വേണ്ട. വർഷത്തിലായി മഹാനവറുകളുടെ ഹയാത്തുള്ള കാലത്ത് ഏതാണ്ട് 35-40 വർഷത്തിന്റെ അടുത്തായി ആ വാക്ക് പറഞ്ഞിട്ട്. ഇപ്പോഴും ആ മോളുണ്ട്. പിന്നെ അതിന്റെ ശേഷം എന്തായാലും ആ പെണ്ണിന്, ആ മകൾക്ക് പനി എന്ന രോഗം വന്നിട്ടില്ല. ഇതിപ്പോ ഒരു മൗലവിക്ക് ചെയ്യാൻ കഴിയുന്നതാണോ അത്? ഇപ്പൊ ഇതെന്താ, ഇത് മൗലവിമാര് ഇതിന് പരിഹസിച്ച കാര്യം. അത് ഇങ്ങനത്തെ അനുഭവങ്ങളാണ്. അതുപോലെ എത്രയോ അനുഭവിച്ച ആളുകൾ ഇന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് തോന്നും എന്താ ഇങ്ങനെ വരും. അതായത് ആ രോഗം ഞാൻ സുഖപ്പെടുത്തി എന്ന് മഹാനവറുകൾ വാചകം ഉപയോഗിക്കാറുണ്ട്. പിന്നെ അത് സുഖമായാലന്നെ
എന്നാണ് സുഖാകാണ്. സുഖം ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അള്ള പേടിച്ചു പറിച്ചിട്ടാണ് സുഖാക്കി കൊടുക്കുകയാണ്. എന്ത് തള്ളാണ് മൂല്യർ ഇതൊക്കെ അല്ലേ? പിന്നെ പനി വരില്ല എന്നുള്ളത് ഒരു സത്യം, അത് മാധ്യമങ്ങൾ പലതും പുറത്തുവിട്ടതാണ്. 10 വർഷമായിട്ട് നരേന്ദ്രമോദിക്ക് പനി വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 2 ടേം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു. ഈ 10 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ ഒരു ദിവസം പോലും പനി പിടിച്ചിട്ട് ആശുപത്രിയിലോ അല്ലെങ്കിൽ വസതിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ അസുഖബാധിതനായിട്ട് കിടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന് മാധ്യമങ്ങളിൽ തന്നെ വന്ന മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് പനി പിടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അത്രേ. ബാക്കി പണികളാത്ത. ഇപ്പൊ നമ്മക്കൊക്കെ പനി പിടിച്ചാൽ പ്രത്യേകം സമയമുണ്ടല്ലോ. അപ്പൊ ആ തള്ളു മറ്റൊരു തള്ളു. ഇനിയിപ്പോ പനി പിടിച്ചിട്ട് 10 ദിവസം എവിടെയെങ്കിലും കടന്നുകൂടുന്ന ആര് കണ്ടു? അതൊന്നുമല്ല, അത് മറ്റൊരു തള്ളു. പക്ഷെ ഇവര് പറയുന്നത് കേൾക്കുമ്പോ നരേന്ദ്രമോദിക്ക് 10 വർഷമായിട്ട് പനി പിടിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോ അതൊരു കറാമത്താണോ? പാലക്കട മൂടാണ് അല്ലേ? അതേപോലെ ഒരു മനുഷ്യന് പനി വരികയാണ്, പനി വന്ന പഞ്ചും, മരുന്ന് കുടിച്ചാൽ മാറും, ഇനി മരിച്ചാലുള്ള പനിയാണെങ്കിൽ മരിച്ചും. ഇതിന്റെ അപ്പുറം എന്താ ഉണ്ടാകുക? എന്തിനാണ് ഈ നുണ പറയണത്? ഒരു മനുഷ്യന് അതാണ് നിക്കട്ടെ, അതണ്ട് വേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇയാൾ ആര് എന്ന് ചോദിക്കണ്ടേ അല്ലേ? അത് മുന്നിലിരിക്കുന്ന ആളുകളാണ് ചോദിക്കേണ്ടത്. നമ്മളിത് സ്ഥിരം ചോദിച്ചും കൊണ്ടിരിക്കുകയാണ് എന്തു വാടേ ഇതൊക്കെ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ കള്ളക്കറാമത്ത് ഇത് പാർച്ചിൽ നിർത്തണില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആവുന്നിടത്തോളം നിങ്ങൾ കള്ളക്കറാമത്ത് പറയും, ഞമ്മക്ക് ആവുന്നിടത്തോളം അത് തല്ലിപ്പൊളിച്ച് കൈ തരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തല്ലിപ്പൊളിക്കാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ, ആഫിയത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ അതിന്റെ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.